നമസ്കാരം, ഇത് IBN മലയാളം. ബോബി ചെമ്മണ്ണൂരിനെ പറ്റി ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റ് ഇവിടെ പങ്കുവയ്ക്കട്ടെ. ഇയാൾക്ക് നാണവും മാനവുമില്ലേ? കോടികൾ കയ്യിലുണ്ടായിട്ടും ഇങ്ങനെ കോമാളി വേഷവും കെട്ടി ചാനലായ ചാനലിലും പൊതുവേദികളിലും വന്നു നിന്ന സ്വയം ഇമേജ് ഇടിച്ചു താഴ്ത്തുന്നത് എന്തിനാ? ഒരല്പമൊക്കെ മറച്ചു പിടിച്ച് സംസാരിക്കാൻ ഇയാളെ ഉപദേശിക്കാൻ ആരുമില്ലേ? മൊബൈൽ സ്ക്രീനിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും അറിഞ്ഞ ബോച്ച എന്ന ബോബി ചെമ്മണ്ണൂരിനെ നേരിൽ കാണും വരെ എൻ്റെ ധാരണകൾ ഇതൊക്കെയായിരുന്നു. തൃത്താല ആലൂരിൽ നിന്നും 70 കിലോമീറ്റർ ദൂരമുള്ള തൃശൂർ ജില്ലയിലെ പുതുക്കാട് വില്ലേജിലെ നെടുമ്പാൽ എന്ന സ്ഥലത്തെത്തിയാണ് ബോച്ചയെ കാണുന്നത്. അവിടെ ബോച്ച ടീ ഫ്രാഞ്ചൈസിയുടെ ഉദ്ഘാടനത്തിന് ബോബി ചെമ്മണ്ണൂർ എത്തുന്നുണ്ട് എന്നറിഞ്ഞാണ് ഞാൻ ചെന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കം നിരവധി പേർ. പലർക്കും അയാളും ഒന്നിച്ച് ഫോട്ടോ എടുക്കണം, കൂട്ടായും ഒറ്റയ്ക്കും. തിരക്ക് കൂട്ടുന്നതിനാൽ ബോച്ചയ്ക്ക് മുന്നോട്ട് നടക്കാനാവുന്നില്ല. എന്നിട്ടും സെൽഫി എടുക്കാൻ വന്നവരെ അയാൾ നിരാശപ്പെടുത്തിയില്ല. ആരോടും ദേഷ്യപ്പെട്ടില്ല, അസഹിഷ്ണുത കാണിച്ചില്ല. ഉയരക്കുറവുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരോളമാവാൻ കുനിഞ്ഞു നിന്നു. മറ്റു ചിലരിൽ നിന്നും ഫോൺ വാങ്ങി ഫോട്ടോയും വീഡിയോയും എടുത്തു കൊടുക്കുന്നു. ഇതിനിടയിൽ ചിലർ വരുന്നുണ്ട്. അന്ധനായ മകന്റെ ചികിത്സയ്ക്ക് സഹായം, കിഡ്നി മാറ്റിവെക്കാൻ, ഡയാലിസിസിന് പണമില്ലാത്തവർ, അങ്ങനെ അനവധി. ഒരാളെയും അയാൾ പരിഗണിക്കാതിരുന്നില്ല. എല്ലാവരെയും ശ്രദ്ധാപൂർവം കേട്ടു. വേണ്ടത് ചെയ്യാൻ കൂടെയുള്ളവരോട് ആവശ്യപ്പെടുന്നു. ചിലർക്ക് തന്നെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ കൈമാറുന്നു. ശേഷം പറഞ്ഞ വാക്കുകളിലാണ് അത്ഭുതം തോന്നിയത്. ഞാൻ ചിലപ്പോൾ നിങ്ങളെ വിളിക്കാൻ മറന്നേക്കാം, പക്ഷെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഞാൻ വിളിക്കാൻ മറന്നാൽ കുറ്റപ്പെടുത്തരുത്. അതിനുവേണ്ടിയാണ് നമ്പർ തരുന്നത്. വിമർശനത്തിന്റെ അസ്ത്രം ബോച്ചയ്ക്കെതിരെ തൊടുക്കും മുൻപ് റഹീമിനെ സഹായിക്കാനിറങ്ങിയ തന്റെ മുന്നിൽ വരുന്ന നിരാലംബരായ മനുഷ്യരോട് അവരുടെ ജാതിയോ മതമോ നിറമോ രാഷ്ട്രീയമോ നോക്കാതെ സഹായഹസ്തം നീട്ടുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയെ, മനുഷ്യനെ കാണാതെ പോകരുത്. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.